രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. 3 രാജാക്കന്മാർ മോവാബിനെതിരായി യുദ്ധത്തിനായി പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവ്, ഏദോം രാജാവ്. അവർ യുദ്ധത്തിനായി പുറപ്പെട്ടതാകട്ടെ മരുഭൂമി വഴിയായിരുന്നു. അങ്ങനെ അവർ 7 ദിവസം സഞ്ചരിച്ചു. വെള്ളം കിട്ടാതെ അവർ ക്ഷീണിച്ചുപോയി. സൈന്യവും മൃഗങ്ങളൊക്കെ വെള്ളം കിട്ടാതെ ക്ഷീണിച്ചുപോയി. വളരെ പ്രതിസന്ധിയിൽ അവർ ആകുവാൻ ഇടയായി. അപ്പോൾ അവരെടുത്ത തീരുമാനം, പ്രവാചകനായ ഏലീശയുടെ അടുക്കൽ പോയി അരുളപ്പാടുകൾ കേൾക്കാം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാമെന്ന് അവർ തീരുമാനമെടുത്തു. അങ്ങനെ അവർ ചെന്നു. എലീശ പ്രവാചകനിൽ നിന്ന് ഇവർ കേട്ട ദൈവശബ്ദം എങ്ങനെയാണ്? താഴ്വഴിയിൽ കുഴി വെട്ടിക്കൊള്ളുക, മഴയും കാറ്റും കാണുകയില്ല, പക്ഷെ നിങ്ങളുടെ ആടുമാടുകൾക്കും നിങ്ങൾക്കും മൃഗങ്ങൾക്കും കുടിക്കത്തക്ക രീതിയിൽ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആത്മീയ പാഠങ്ങൾ എന്താണ്? ഒന്നാമത്, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ വിളിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇവർ താഴ്വരയിൽ കുഴി വെട്ടിക്കൊള്ളുവാൻ പറഞ്ഞു, പക്ഷേ മഴയും കാറ്റും കാണുകയില്ല. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഉറച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതാണ് വിശ്വാസ ജീവിതം എന്നുള്ളത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടത് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളായിരിക്കണം. കാണാത്തവയെക്കുറിച്ചുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്താണത്? വാഗ്ദത്തമാണ്. താഴ്വര നിറയുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ വിശ്വാസത്താൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ദൈവിക നിറവ് അതിൽ ഉണ്ടായിരിക്കും. നമ്മുടെ വിചാരങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രവാചകൻ പറഞ്ഞു, താഴ്വര നിറയും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് താഴ്വര നിറയുന്നത്? മഴ കൊണ്ടല്ല, കാറ്റുകൊണ്ടല്ല. പക്ഷെ മനുഷ്യന്റെ വിചാരം എന്താണ്? മഴ കൊണ്ടേ കാറ്റുകൊണ്ടേ താഴ്വര നിറയൂ എന്നാണ്. പക്ഷെ ഇവിടെ കർത്താവ് ചെയ്യുന്ന അങ്ങനെയല്ല. കർത്താവ് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് കർത്താവ് ചെയ്യുന്നത്. അതെ, നമ്മുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. ആമേൻ, ആമേൻ.